നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈനെ കുറ്റപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഏകാധിപതി എന്നാണ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടത്താത്ത ഏകാധിപതിയാണ് സെലൻസ്കി എന്നും എത്രയും പെട്ടെന്ന് മാറിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യം തന്നെ അവശേഷിക്കില്ല എന്നും ട്രംപ് പറഞ്ഞുവെക്കുന്നു. അമേരിക്കയും റഷ്യയും നടത്തിയ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചയിൽ നിന്ന് ഒഴിവാക്കിയതിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതിഷേധം അറിയിച്ചിരുന്നു. അതിന് മറുപടിയായാണ് സെലൻസ്കിക്കും യുക്രൈനുമെതിരെ കുറ്റപ്പെടുത്തലുകളുമായി ട്രംപും രംഗത്തെത്തിയത്. അമേരിക്കയ്ക്ക് വേണ്ടി യുദ്ധത്തിനിറങ്ങിയ യുക്രൈനോടിപ്പോൾ ട്രംപ് പറയുന്നത് നിങ്ങൾ യുദ്ധം തുടങ്ങാനേ പാടില്ലായിരുന്നു എന്നാണ്. അല്പമെങ്കിലും നയതന്ത്രജ്ഞതയുള്ള ഒരു നേതാവ് ആയിരുന്നുവെങ്കിൽ യുക്രൈന് കാര്യമായ നഷ്ടമൊന്നും ഉണ്ടാകാതെ പണ്ടേ യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. സെലൻസ്കിക്ക് 4% യുക്രൈൻകാരുടെ പിന്തുണ മാത്രമേ ഉള്ളൂവെന്നും അവിടെ വേഗം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുമുള്ള റഷ്യൻ വാദമാണ് ശരി എന്നാണ് ട്രംപ് പറയുന്നത്. യുക്രൈന്റെ യുദ്ധത്തിന്റെ ചെലവ് ഇനി അമേരിക്ക തരില്ല എന്നും യൂറോപ്യൻ യൂണിയൻ കൊടുത്തതിനേക്കാൾ വലിയ തുകയാണ് ഇതുവരെ അമേരിക്ക കൊടുത്തത് എന്നും പറയുന്നുണ്ട്. മാത്രമല്ല, യുദ്ധച്ചെലവിന്റെ ഭാഗമായി യുക്രൈന്റെ പ്രകൃതി വിഭവങ്ങൾ ഇനി അമേരിക്ക എടുക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. എന്നാൽ ട്രംപിനോട് പോയി പണി നോക്കാനാണ് സെലൻസ്കി പറയുന്നത്. റഷ്യ പടച്ചുവിടുന്ന വ്യാജ പ്രചാരണങ്ങളുടെ ലോകത്താണ് ട്രംപ് ജീവിക്കുന്നതെന്ന് സെലൻസ്കി തിരിച്ചടിക്കുന്നു. ഇരു നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു വരുന്നതിനിടെ റഷ്യയുമായി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് ട്രംപ്. 2022 ഫെബ്രുവരി 24 റഷ്യ അധിനിവേശം ആരംഭിച്ചതു മുതൽ ട്രംപ് അധികാരമേൽക്കും വരെ യുക്രൈന് സർവ്വ പിന്തുണയുമായി നിലകൊണ്ട രാജ്യം തന്നെയാണ് US. യൂറോപ്പിലെ സഖ്യകക്ഷികളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായും ചേർന്ന് റഷ്യയെ ആഗോളതലത്തിൽ നയതന്ത്രപരമായും സാമ്പത്തികപരമായും ഒറ്റപ്പെടുത്താൻ മുൻപന്തിയിൽ നിന്നത് ബൈഡൻ സർക്കാരായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ട്രംപ് ഭരണകൂടം യുക്രൈൻ വിഷയത്തിൽ തെന്നിപ്പോയ റഷ്യ US ബന്ധം നന്നാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ റഷ്യയ്ക്ക് ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ നീക്കുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തുവെന്നും US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചതോടെയാണ് നയം മാറ്റത്തിന് ഇരു രാജ്യവും നീങ്ങിയത്. യുക്രൈൻ വിഷയം പരിഹരിക്കുന്നതിനോടൊപ്പം US റഷ്യ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനും പരസ്പരം സ്ഥാനപതികളെ നിയമിക്കാനും അവർ സൗദിയിൽ വെച്ച് സമ്മിറ്റ് നടക്കാനിരിക്കുകയാണ്. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്കായി സൗദിയിൽ വിളിച്ചു ചേർത്ത സമ്മിറ്റിൽ നിന്നും യുക്രൈനെ ഒഴിവാക്കിയിട്ടുമുണ്ട്. റഷ്യൻ വിദേശമന്ത്രി സെർജി ലാവ്റോവ്, പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് യൂറി ഉഷക്കോവ് എന്നിവർ, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ്, ട്രംപിന്റെ മധ്യപൗരസ്ത്യ ദേശ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരെല്ലാമാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. പുടിനുമായി സൗദിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുമെന്ന് ട്രംപ് കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ഇനി മോസ്കോയിലും വാഷിംഗ്ടണിലുമുള്ള ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിയുന്ന ഫോർമുല യുക്രൈൻ അംഗീകരിക്കണമെന്നാണ് ട്രംപിന്റെ നിലപാട്. എന്നാൽ ഇതൊന്നും വിലപ്പോവില്ല എന്നും യുക്രൈന്റെ കാര്യം സെലൻസ്കി തീരുമാനിക്കുമെന്നുമാണ് യുക്രൈന്റെ നിലപാട്. സമാധാന ചർച്ചയുടെ ഭാഗമല്ല എന്നും അമേരിക്കയും റഷ്യയും ഏകപക്ഷീയമായി എടുക്കുന്ന തീരുമാനങ്ങളൊന്നും തന്നെ അംഗീകരിക്കില്ലെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചിട്ടുമുണ്ട്. ചർച്ചയിൽ യുക്രൈനും യൂറോപ്യൻ പ്രതിനിധികളും പങ്കെടുക്കാത്തതിൽ അമേരിക്കയുമായി സൗഹൃദം പുലർത്തുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ പോലും അമർഷത്തിലാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ പാരീസിൽ അടിയന്തര ഉച്ചകോടി വിളിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ജർമ്മനി, ഇറ്റലി, പോളണ്ട്, സ്പെയിൻ, ഡെൻമാർക്ക്, യൂറോപ്യൻ കൗൺസിൽ നേതാക്കളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പാശ്ചാത്യ ലോകത്തെയും സൈനിക സഖ്യത്തെയും യുക്രൈനൊപ്പം നിലനിർത്തുന്ന മുൻ സർക്കാരിൽ നിന്ന് വിഭിന്നമായി ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്ന ട്രംപിന്റെ രീതി US സഖ്യകക്ഷികളെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ സെലൻസ്കി എത്രയും വേഗം തെരഞ്ഞെടുപ്പിന് തയ്യാറാകണമെന്നാണ് ട്രംപിന്റെ ഒരു നിലപാട്. ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയെ സ്വേച്ഛാധിപതി എന്നും വിശേഷിപ്പിച്ചു. 2019 ബഹുഭൂരിപക്ഷത്തോടെയാണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് സെലൻസ്കി പറയുന്നത്. ഇപ്പോൾ യുദ്ധം നടക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നു. സ്വന്തം പ്രവിശ്യ പോലും റഷ്യയ്ക്ക് വിട്ടുകൊടുക്കേണ്ട അവസ്ഥയിലാണ് സെലൻസ്കി ഇപ്പോൾ. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അടുത്തയാഴ്ച ട്രംപിനെ കാണുമെന്ന് ക്യാബിനറ്റ് മന്ത്രി ലിന നാൻഡിയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെ. മലയാളി വാർത്ത ഇൻസൈഡ്.